ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ റമദാനിൽ 30 ഡേയ്സ് ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡേ എൻ്റെ ചാലഞ്ച്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വേഴ്സാണ് ഞാൻ ഇന്ന് അബ്സ്ട്രാക്ട് കാലിഗ്രഫി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഞാൻ എജുമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു 99 റുപ്പീസിൻ്റെ ഒരു ക്യാൻവാസ് ബോർഡാണ്, നോർമൽ ക്യാൻവാസ് ബോർഡാണ്. ഇതിൽ ഞാനൊരു ഓറഞ്ച് ടിൻറ്റ് ക്രിംസൺ കളറിലാണ് ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളതും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുന്നേ ഒരു പാറ്റേൺ ആയിട്ട് കിട്ടും. അപ്പോൾ റോക്കോ കളറിൻ്റെ ഗോൾഡൻ മാർക്കറാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് തന്നെ എൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള വർക്കാണ്. ഞാനിപ്പോൾ താഴെ ഹൊറിസോണ്ടലായിട്ട് ക്യാൻവസ് വെച്ചിട്ട് ഞാനിപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഴ്സ് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്താണ്. കാരണം വേർട്ടിക്കലായിട്ടാണ് എൻ്റെ നമ്മളുടെ മെയിനായിട്ടുള്ള അബ്സ്ട്രാക്ട് കാലിഗ്രഫി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്യാൻവാസ് ചേരിച്ചിട്ട് ഗോൾഡൻ കളറിൽ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഗോൾഡൻ എന്താ പറയുക പെയിൻസും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആർച്ച് പോലെ കിട്ടുന്ന രീതിയിൽ എനിക്കൊരു മോഡൽ കിട്ടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കോമ്പസ് കൊണ്ട് ഡയറക്റ്റായിട്ട് ക്യാൻവാസ് പോക്കറ്റിലേക്ക് വരച്ചു. ഇത് ഒറിജിനൽ ഫ്രെയിം ചെയ്തിട്ടുള്ള ക്യാൻവാസ് ആണെങ്കിൽ കോമ്പസ് ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഫസ്റ്റ് നിങ്ങളുടെ പേപ്പറിൽ ട്രേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ പെൻസിൽ വെച്ച് വരയ്ക്കാം. അപ്പോൾ ആക്രിലിക് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബ്രഷാണ് ഇങ്ങനത്തെ കാലിഗ്രഫീസിൽ എന്താണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാലിഗ്രഫീസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം നല്ല ഫ്ലോ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വരച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തതിനനുസരിച്ചാണ് എൻ്റെ ബ്രഷിൻ്റെ ഫ്ലോ കുറച്ചുകൂടി ഈസി ആയത്, കുറച്ചുകൂടി ഫ്രീ ആയത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബോർഡ് വാങ്ങിയിട്ട് അതിൻ്റെ മേലെ കൂടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ എന്താ പറയുക ബ്രഷിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്ലോ കൂടെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ കാലിഗ്രഫീൻ്റെ ഫ്ലോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നുക്ത ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ നുക്ത ഇട്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ എന്ന വേഴ്സിൽ തന്നെ അല്ലെങ്കിൽ ഓരോ ലെറ്ററിന് തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോപ്പി ഇത് എനിക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയൊരു ഇമേജാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കോപ്പി ചെയ്യുകയാണെങ്കിൽ നുക്താസ് അതേപോലെ തന്നെ ലെറ്റേഴ്സ് എല്ലാം ഉണ്ടെന്ന് ഫുള്ളായിട്ട് എന്താ പറയുക കറക്റ്റാണെന്ന് നിങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ക്യാൻവാസ് വർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അസ്സലാമു അലൈക്കും.